ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏറനാട് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ പി ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ കേരള സ്റ്റേറ്റ് പ്രൊജക്റ്റായ ജാഗ്രതയുടെ കീഴിൽ വിവിധ ആരോഗ്യ സാമൂഹിക സേവന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏറനാട് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ വിപുലമായ ലഹരി വിരുദ്ധ ദിനാചരണ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. എരവിമംഗലം നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് പരിപാടികൾ നടന്നത്. നഗരസഭാ ചെയർമാൻ പി ഷാജി ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗവും അതിന്റെ വിൽപ്പനയും അത് ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ഉണ്ടാക്കുന്ന അക്രമവും വലിയ പ്രയാസമുണ്ടാക്കുന്നു. അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ എല്ലാവരും. ഒരു തമാശ എന്താന്ന് വെച്ചാൽ ഈ നാട് ഫുള്ള് ലഹരിക്കെതിരെ അല്ലെ. ആരെങ്കിലും ലഹരിയെ അനുകൂലിക്കുന്നുണ്ടോ ചോദിച്ചാൽ ആരും അനുകൂലിക്കുന്നുണ്ട്. എന്നാൽ ഈ നാട്ടിലെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായം എന്താണെന്നറിയോ? അത് എണ്ണയോ സ്വർണമോ ആയുധ കച്ചവടമോ ഒന്നുമല്ല. ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് ലഹരിയാണ്. അതിന്റെ വിൽപ്പനയാണ്, അതിന്റെ വാണിജ്യമാണ്, അതിന്റെ കയറ്റുമതിയും അതിന്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായം. അത് വ്യവസായമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അത് അണ്ടർവേൾഡ് എന്ന് പറഞ്ഞ ലോകത്തിന്റെ ഡാർക്ക് വേൾഡിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് നേരെ ലഹരി മാഫിയ ആക്രമിക്കുന്ന കാലമാണിത്. അതിനാൽ നമുക്ക് ജാഗ്രത വേണമെന്നും ലഹരി വ്യാപനത്തിനും ഉപയോഗത്തിനും എതിരെ എല്ലാവരും ബോധവാന്മാരാകണമെന്നും നഗരസഭാ ചെയർമാൻ ഓർമ്മിപ്പിച്ചു. നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ഷാൻസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ഷർലീജ, ഡോക്ടർമാരായ ആയിഷ, ഷാനിബ്, സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ആയിഷ VP ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. എല്ലാവരും സിഗ്നേച്ചർ വാളിൽ ലഹരിക്കും മരുന്നിനുമെതിരെ ഒപ്പുവെച്ചു. ലഹരിയും മയക്കുമരുന്നും ഉപയോഗിച്ചാലുണ്ടാകുന്ന ദോഷങ്ങളും ലഹരിമുക്ത ജീവിതവും സൂചിപ്പിക്കുന്ന പ്രദർശനം EMS നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുക്കി. വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. ലഹരി മയക്കുമരുന്ന് പ്രതിരോധത്തിന് എല്ലാവരും ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ മനുഷ്യച്ചങ്ങലയും തീർത്തു.